തട്ടിക്കൂട്ട് ടോപ്പിന്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ഇതിന്റെ നെക്കിന്റെ കട്ടിങ് എങ്ങനെയാ സ്റ്റിച്ചിങ് എങ്ങനെയാന്ന് കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും എന്റേതായിട്ടുള്ള ഓരോ ഐഡിയകളിലൂടെയാണ് ഓരോന്നൊക്കെ സ്റ്റിച്ച് ചെയ്യാറുള്ളത്. അപ്പൊ നിങ്ങൾ എന്നോട് ഇതിന്റെ കട്ടിങ് എങ്ങനെയാ സ്റ്റിച്ചിങ് എങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണോ ചെയ്തത് അതാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവരും ഒരേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്തിട്ട് ആവണമെന്നില്ല കേട്ടോ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാറുള്ളത്. എനിക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ കംഫർട്ട് ആയിട്ടുള്ളതും പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നീറ്റായിട്ട് കിട്ടുന്ന മെത്തേഡുകളാണ് ഞാൻ ഏറെ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ ഏതെങ്കിലും ഒരു മോഡൽ കണ്ടാൽ ഏകദേശം എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് അതേപോലെ ഒന്ന് ചെയ്തെടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാനുള്ള ക്യൂരിയോസിറ്റി എനിക്ക് ഒരു അല്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്വന്തം റിസ്കിൽ ഞാൻ ഇതുപോലെ ഓരോ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാറുണ്ട്. ഒന്ന് രണ്ടെണ്ണമൊക്കെ മൊത്തത്തിൽ ഫ്ലോപ്പായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരുവിധ സാധനങ്ങളൊക്കെ ഏകദേശം ഞാൻ ഒരു മോഡൽ വെച്ച് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഏതൊരു ഡിസൈനും നമ്മൾ നമ്മുടെ സ്വന്തം ഡ്രസ്സിൽ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ധൈര്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നെക്കിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഫുൾ വീഡിയോ ഇടാട്ടോ. നിങ്ങൾ എന്തായാലും കാണണേ. നിങ്ങൾക്ക് ഈ ഒരു മോഡൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു വേസ്റ്റ് മെറ്റീരിയൽ തപ്പി പിടിച്ചെടുത്തുകൊണ്ടോ എന്താണ് ആകെ ഉണ്ടായിരുന്ന ഈ ഒരു പീസ് വെച്ചിട്ട് ഞാൻ ഫ്രണ്ട് ഭാഗം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. ഈ ഒരു മെറ്റീരിയൽ എനിക്ക് ഇനി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഡ്രസ്സാക്കിങ്ങാണ്ട് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ കാണിക്കുന്നതാണേ.